KSRTCയുടെ ഗരുഡ പ്രീമിയം ബസ് കോഴിക്കോട് ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന നവകേരള ബസ് ഗരുഡ പ്രീമിയം ആക്കി ഓടുന്ന ബസ്സാണ്. ബസ് നല്ല രീതിയിലാണ് ഓടുന്നത്. എന്നാൽ മാതൃഭൂമി ചാനലിന് പ്രത്യേകിച്ച് നവകേരള ബസ്സിനോടും കേരള സർക്കാരിനോടുമുള്ള പക തീരുന്നില്ല. ഗരുഡ പ്രീമിയം ബസ്സായ നവകേരള ബസ്സിനെതിരെ വീണ്ടും വാർത്തകൾ കൊടുക്കുകയാണ്. ഇതാ ആളില്ല, 2 ദിവസമായി വണ്ടി ഓടുന്നില്ല, അതുകൊണ്ട് ഇതാ മ്യൂസിയത്തിലേക്ക് കയറ്റാൻ പോകുന്നു. CPIM നേതാവ് ബാലൻ പറഞ്ഞതുപോലെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ആനന്ദ തിമിർപ്പിലാണ് മാതൃഭൂമി ന്യൂസ്. ആദ്യം നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. എന്നിട്ട് നമുക്ക് KSRTCയിൽ നേരിട്ട് എന്താണ് കാര്യമെന്ന് വിളിച്ചു ചോദിക്കാം. മാതൃഭൂമി ന്യൂസിലേക്ക് വിളിക്കാം. ഈ റിപ്പോർട്ടറെ നമുക്കൊന്ന് വിളിക്കാം. നവകേരള ബസിന്റെ സർവീസ് തുടങ്ങി. കോഴിക്കോട് നിന്ന് ഇന്നും ഇന്നലെയും സർവീസ് നടത്തിയില്ല. ആരും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ല എന്നാണ് KSRTC അധികൃതർ പറയുന്നത്. AK ബാലൻ പറഞ്ഞത് ശരിയാവുകയാണ്. ഇനി മ്യൂസിയത്തിൽ വെച്ചാൽ കാണാൻ ആളുകൾ വരുമായിരിക്കും. ബാലന്റെ അന്നത്തെ വാക്കുകൾ കൂടി കേൾക്കാം. അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിയതിന്റെ നേരെ ഇരട്ടി വില കിട്ടുന്ന കാര്യത്തിൽ സംശയിക്കില്ല. ഇതിന്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിൽ മന്ത്രിമാരും സഞ്ചരിച്ച വാഹനങ്ങളുടെ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ പറ്റുന്നത്. ബസ് കാണാൻ ആളില്ല, ബസ്സിൽ യാത്ര ചെയ്യാൻ ആളില്ല. സാധാരണഗതിയിൽ ഈ ബസ് ഓടുന്ന റൂട്ടിൽ വലിയ തിരക്കുള്ള റൂട്ടാണ്, ആളുകൾ യാത്ര ചെയ്യേണ്ടതാണ്. ഇനിയും അധികം യാത്രാ സൗകര്യങ്ങൾ വേണമെന്ന് നിരന്തരം ആവശ്യം ഉന്നയിക്കപ്പെടുന്ന റൂട്ടാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നവകേരള ബസ്സിന് ആളില്ലാത്തത്? ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ്. എനിക്ക് തൊട്ട് പിറകിലായി ഈ കാണുന്നതാണ് നവകേരള ബസ്. മറ്റ് പലരും ഒരു സമയത്ത് നിരവധി ആളുകൾ മ്യൂസിയത്തിൽ ഈ ബസ് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മന്ത്രിമാരും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ സഞ്ചരിച്ച ബസ് എന്ന ഖ്യാതി ഉള്ളത് കൊണ്ട് തന്നെ മ്യൂസിയത്തിലേക്ക് ആളുകൾ കുത്തിയൊരുങ്ങി എത്തും എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ബസ്സാണ് ഇപ്പോൾ ആളില്ലാതെ ജീവച്ഛവമായി ഇത്തരത്തിൽ ബസ് സ്റ്റാൻഡിനകത്ത് കിടക്കുന്നത്. 2 ദിവസമായി ട്രിപ്പ് ഓടിയിട്ടില്ല. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കോഴിക്കോട് ബംഗളൂരു റൂട്ട് എന്നത് ഏത് കാലത്തും വലിയ തിരക്കുള്ള ഒരു റൂട്ടാണ്. കാരണം മലബാറിലുള്ള നിരവധി പേരാണ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമാവുന്ന ഒരു റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പോൾ റിസർവേഷൻ പോലും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ 2 ദിവസമായി ആളനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ ആളുകൾക്ക് ആദ്യ സമയത്തുണ്ടായിരുന്ന ഒരു ആവേശം ഇപ്പോൾ ഇല്ല എന്നാണ് KSRTC അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതേ തുടർന്നാണ് ഇപ്പോൾ ആളുകൾക്ക് വലിയ താല്പര്യമില്ല. മറ്റ് ബസ്സുകളൊക്കെ തന്നെ തേടിയാണ് ആളുകൾ പോകുന്നത്. സ്വകാര്യ ബസ്സുകളിലേക്കും ആളുകളുടെ താല്പര്യം മാറുന്നു എന്നൊക്കെ തന്നെയാണ് KSRTC അധികൃതരുടെ ഭാഗത്ത് നിന്ന് വരുന്ന മറുപടികൾ. അപ്പോൾ എന്തായാലും മുൻകാലങ്ങളിൽ നേതാക്കൾ പറഞ്ഞ പോലെ തന്നെ ഇനി ഈ ബസ് കൂടിയ കാലം ഒന്നും ഇത്തരത്തിൽ സ്റ്റാൻഡുകൾ നിൽക്കുന്ന ഒരു അവസ്ഥ കാണുന്നില്ല. ഇനി മ്യൂസിയത്തിലേക്ക് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള നവകേരള അല്ലെങ്കിൽ ഗരുഡ പ്രീമിയം ബസ് മാറ്റേണ്ട വരുന്ന ഒരവസ്ഥയുണ്ട്. മാധു കേട്ടല്ലോ, 2 ദിവസം ബസ് ഓടിയില്ല. എന്നാൽ അതിന് മുമ്പത്തെ ദിവസം ബസ് ഓടി, ചൊവ്വാഴ്ച ബസ് ഓടി, തിങ്കളാഴ്ച ബസ് ഓടി, നാളെയും ബസ് ഓടും, നാളെ ഓടും, അതിങ്ങനെ തുടർച്ചയായിട്ട് ഓടും. പക്ഷേ ഈ 2 ദിവസം ഓടിയില്ല. ഇന്നലെ ഓടിയില്ല, ഇന്നും ഓടിയില്ല. ആൾക്കാർ ഈ ബസ്സിനെ തഴഞ്ഞു. ഈ ബസ് എടുത്തുകൊണ്ട് മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാറായി എന്ന് പറഞ്ഞ് ഈ ബാലൻ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോ ഒന്നുകൂടി ഇട്ട് കണക്ട് ചെയ്യുകയാണ്. അതായത് ബസ്സും മ്യൂസിയം ഇതെല്ലാം കൊണ്ട് സർക്കാരിനെതിരെ ഇതാ നവകേരള ബസ് പരാജയപ്പെട്ടു, ഇതാ മ്യൂസിയത്തിൽ കൊണ്ടുപോകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവർ നടത്തിയ ക്യാമ്പയിൻ പൊളിഞ്ഞും പാളീസായതാണ്, ജനങ്ങൾ സ്വീകരിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ ബസ് 2 ദിവസം ഇല്ലായിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. KSRTCയിലെ ഉദ്യോഗസ്ഥനെ തന്നെ വിളിക്കാം. ഹലോ, എൻ്റെ പേര് ദീപു എന്നാണ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണേ. സാറേ, ഞാനിപ്പോൾ മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടിരുന്നു, അതിനെപ്പറ്റി ചോദിക്കാനാണ്. നമ്മുടെ ഈ ബാംഗ്ലൂരേക്ക് പോകുന്ന നവകേരള ബസ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ ഒരു വാർത്ത, അതായത് അതിനകത്ത് പറഞ്ഞു ബസ് 2 ദിവസത്തേക്കില്ല, അത് നിർത്തി വെച്ചിരിക്കുകയാണ്, കയറാൻ ആളില്ല, അതുകൊണ്ട് അത് പോകുന്നില്ല, ഇനി അത് മ്യൂസിയത്തിൽ വെക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അവർ ഇടുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അങ്ങനെ ഇന്നലെ വണ്ടിക്ക് പണിയെടുക്കാൻ വേണ്ടിട്ട് പിടിച്ചു. ഇന്ന് അതില് ആകെ 3-4 ആൾ അതിൽ കേറിയിട്ടുള്ളൂ. ശരി ശരി. അപ്പൊ ഇന്നലെ ഇതൊക്കെ ഇന്നലെ ഓടിയിട്ടില്ലേ സാറേ? ഇന്നലെ ഓടില്ല. ഇന്നലെ പണിക്ക് പിടിച്ചാണ്. ബുധനാഴ്ച ആ വണ്ടി പണിക്ക് വേണ്ടി പണിക്ക് പിടിച്ചു. അപ്പൊ ഇന്ന് അത് ബുക്കിംഗ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ബുക്കിംഗ് കുറവായിരുന്നു. എല്ലാ വണ്ടിയിലും കുറവാ, യാത്രക്കാർ കുറവാ, മഴ പെയ്തതിന്റെ ശേഷം. അത് സാധാരണ ഈ വീക്കെൻഡിലൊക്കെ ഇനിയിപ്പോ ബാംഗ്ലൂരേക്കൊക്കെ ആളുണ്ടാവുള്ളൂ. എന്നാലും മറ്റുള്ള ബസ്സിനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ യാത്രക്കാർ കുറഞ്ഞതിന്റെ പേരിലാണ് ഇന്നും അത് ബ്ലോക്ക് ചെയ്തത്. മറ്റുള്ള ബസ്സിൽ ആള് കുറവാണ്, എത്തിപ്പെടാനും സമയത്തിന്റെ പ്രശ്നമൊക്കെ ആയിരിക്കും. സാധാരണ കളക്റ്റീവ് സർവീസ് ആണിത്. അതിങ്ങനെ നേരത്തെ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം വന്നിട്ടുള്ളത്. മറ്റന്നാളെ തൊട്ട് എല്ലാ ബുക്കിംഗും ഉണ്ട് താനും അല്ലേ? നാളെ തൊട്ട് അല്ലേ? അതെ. ശരി, ഓക്കെ, താങ്ക് യു. എന്താണ് വാർത്ത? എന്താണ് സത്യം? മ്യൂസിയത്ത് കൊണ്ടുവയ്ക്കണം അത്രേ. എന്താണ് സത്യം? ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടില്ലേ? ബുധനാഴ്ച വണ്ടിയുടെ ചെക്കപ്പിനുള്ള ദിവസമാണ്, വണ്ടിയുടെ ചെക്കപ്പിന് പിടിച്ചു, അതുകൊണ്ട് ആ ദിവസം ഓടിയില്ല. പിറ്റേ ദിവസം 3-4 ആളോ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഒരാളുണ്ടായിരുന്നു, അതുകൊണ്ട് ആളില്ലാത്തത് കൊണ്ട് അത് അവരുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് മറ്റ് ബസ്സുകളിലേക്ക് ആക്കി കൊടുത്തു. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെയാണോ? അല്ല, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ നല്ല ആളുണ്ട്, നാളെ തൊട്ട് കൂടുതൽ ആളുകളുണ്ട്. ഇപ്പം പൊതുവേ ആൾ കുറഞ്ഞൊരു സമയമാണ്, മറ്റുള്ള ബസ്സുകളിലും ആൾ കുറവാണ്. ഇത് അവരുടെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ബസ് മുഴുവൻ നിർത്തി
ഇനി അത് മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കണം, ബാലൻ പറഞ്ഞു അത്രേ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് സർക്കാരിനെ എഴുതി കാണിക്കുന്നത്? സർക്കാർ എന്ന് പറയുന്നത് CPM മാത്രമല്ലല്ലോ, നമ്മളെല്ലാം അടങ്ങുന്നതല്ലേ സർക്കാർ. നമ്മുടെ ഒരു പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തനത്തെ, നമ്മുടെ ഒരു ബസ്സിനെതിരെ എന്തിനാണ് മാതൃഭൂമി ഇത്രയധികം വ്യാജവാർത്ത സൃഷ്ടിക്കുന്നത്, പുകമറ സൃഷ്ടിക്കുന്നത്, കുത്തിത്തിരിപ്പ് സൃഷ്ടിക്കുന്നത്? നമുക്ക് മാതൃഭൂമി ഓഫീസിലേക്ക് വിളിക്കാം. നമസ്കാരം. അല്ലല്ല, ഞാൻ പറഞ്ഞ മാതൃഭൂമി ന്യൂസിന്റെ കോഴിക്കോട്ട് ബ്യൂറോന്റെ ഓഫീസ് ഇതാണ്. കോഴിക്കോട്ട് ബ്യൂറോ ഇതല്ല, കണക്ട് ചെയ്യണോ? കണക്ട് ചെയ്യാമോ? ഹലോ, നമസ്കാരം മാഡം, ഞാനൊരു വാർത്ത കണ്ടിരുന്നു. നവകേരള ബസ് മറ്റേ ബാംഗ്ലൂർക്ക് ആക്കിയിരുന്നല്ലോ. അപ്പൊ അത് പിന്നെ നിർത്തലാക്കിയെന്നും 2 ദിവസം ആളില്ല, അതുകൊണ്ട് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കണ്ടിരുന്നു. മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകാൻ 2 ദിവസമായിട്ട് ഓടിയിട്ടില്ല ബസ്. അപ്പം 3-ാമത്തെ ദിവസം മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് അങ്ങനെ നമ്മൾ പറഞ്ഞതല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് അതെന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചോ? എന്തുകൊണ്ടാണ് 2 ദിവസമായിട്ട് ബസ്, എന്താണ് ബസ്സിന് പറ്റിയത്? അതായത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, എന്താണ് പറഞ്ഞത്? ബുക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. ബുധനാഴ്ച എന്താണ് സംഭവം? ഇന്നലെ എന്തായിരുന്നു? ബസിന്റെ റുട്ടീൻ ചെക്കപ്പ് ആയിരുന്നു. റിസർവേഷൻ ഇല്ലാത്തത്, ബസിന്റെ റുട്ടീൻ ചെക്കപ്പ് ഉള്ള ദിവസമാണ് ബുധനാഴ്ച. ഇന്ന് ഇതില്ല. മറ്റ് ബാംഗ്ലൂർ ബസ്സിനും ആള് കുറവാണ്. ആള് കുറവുള്ള ദിവസം അവരത് ഇതാക്കും. നാളെ ആളില്ലേ? മറ്റന്നാൾ ആളില്ലേ? അതിന്റെ നാളെ ആളില്ലേ? കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്? അപ്പോഴെങ്ങനെ മ്യൂസിയത്തിലേക്ക് പോകുക നിങ്ങൾ പറയാ? ഒരു ദിവസം ഒരു ബസ്സില്ല. മാതൃഭൂമിയുടെ പത്രം ഒരു ദിവസം ഒരാൾ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം മ്യൂസിയത്തിൽ കൊണ്ടുവെക്കുവോ? വീരേന്ദ്രകുമാറിന്റെ ഫോട്ടോ കൊണ്ടുവെക്കുവോ? നിങ്ങൾ ആ വാർത്ത കേൾക്കൂ. മാധു സജി എന്ന് പറയുന്ന എഡിറ്ററാണ് ആദ്യം പറയുന്നത് ഇത് മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ബാലൻ പറയുന്ന വാചകങ്ങളും എടുത്തിടുക. ഒരു ദിവസം ബസ് അതിന്റെ റുട്ടീൻ ചെക്കപ്പിന് ഇട്ടു, പിറ്റേ ദിവസം ആളില്ല. അവരങ്ങനെ ചെയ്യും. അതിന് നിങ്ങളുടെ അവിടെ എന്തെങ്കിലും പണി, ഒരു ദിവസം നിങ്ങളുടെ അവിടെ ഒരു ഓവറോൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ വന്നു, എന്ത് ചെയ്യും നിങ്ങൾ? മാതൃഭൂമി പൂട്ടി എന്ന് പറഞ്ഞിട്ട് മാധു സജി പറയുമോ? അല്ലെങ്കിൽ ശ്രേയസ് കുമാർ പറയുമോ? ഹലോ ഹലോ, ഉത്തരം പറയാനില്ല, കട്ട് ചെയ്തോടി. ഇനി നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറെ നമുക്കൊന്ന് വിളിക്കാം. ഹലോ ഹലോ, സാറല്ലേ? ഞാൻ ഒരു വാർത്ത കണ്ടിട്ട് വിളിക്കുകയാണ് സാർ. ഈ KSRTCയുടെ ഒരു ബസ് ഉണ്ടായിരുന്നല്ലോ, അത് 2 ദിവസം ട്രിപ്പില്ല, ആളില്ല, അത് മ്യൂസിയത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന ഒരു വാർത്ത കണ്ടിരുന്നു. അത് എന്തായിരുന്നു സാർ സത്യം? എന്താ അതിന്റെ? അത് സംഭവത്തിൽ ബുക്കിംഗ് ഇല്ല. ബുക്കിംഗ് ഇല്ല. 2 ദിവസം ബുക്കിംഗ് ഇല്ലാതെ ബസ് ഓടുന്നില്ല. അപ്പൊ ബസ് ഓടിയില്ല. അപ്പൊ നാളെ ഇല്ലേ? നാളെ നോക്കി നോക്കണം. അപ്പൊ ചോദിച്ചില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് സാർ അത് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയാ? അല്ല, ഇതാരെങ്കിലും മനസ്സിലായില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് ദീപു എന്നാണ്. ഹലോ. മനസ്സിലായി. അല്ല, അപ്പൊ നമ്മള് ഇന്നലെ സാർ അവിടെ ചോദിച്ചോ എന്താ ഇന്നലെ ഇല്ലായിരുന്നത്? അത് ദീപ്സാറ് പറഞ്ഞിരുന്നു, മനസ്സിലായി. അപ്പോ ചില പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് ഇല്ലായിരുന്നു. ബുക്കിംഗ് ഓടാൻ കഴിയാത്തത് കൊണ്ട് 3-4 പേരായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അവര് റീഫണ്ട് ചെയ്ത് കൊടുത്തു, ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കില്ല. സാറ് ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിക്കട്ടെ. ഇന്നലെ അവരുടെ റുട്ടീൻ ചെക്കപ്പ് ആയിരുന്നു എന്നാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഞാനിത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യത്തില്. പിന്നെ മ്യൂസിയത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞത് സഖാവ് ബാലന്റെ പിന്നെ വോയിസും വീഡിയോ ഒക്കെ നിങ്ങൾ ഇട്ടിരുന്നു ഇതിന് അനുബന്ധമായിട്ടേ. എന്നിട്ട് ഇത് കൊണ്ട് മ്യൂസിയത്തിൽ വെക്കണം എന്ന് അങ്ങ് സാറും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നാളെ ഇല്ലേ, അതുകൊണ്ട് ഇനി ഏത് മ്യൂസിയത്തിലാണ് വെക്കുന്നതെന്ന് അറിയണം. അതുകൂടെ ഒന്ന് റിപ്പോർട്ടിൽ പറയാറുണ്ടല്ലോ സാറിന്. അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നാളെ നോക്കുന്ന സമയത്ത് 1-2 പേര് എന്റെ സാരംഗ് സാറേ ഒരു ദിവസം അതിന് ഒരു ടൈമിംഗ് ഉണ്ടാവില്ലേ ബസ്സിന്റെ അതിന് ആള് കുറവുള്ള സമയം ഉണ്ടായിരിക്കും. അപ്പൊ ആ ബസ് ഓടിയില്ല. നിങ്ങൾ തന്നെ പറയുന്നു 3 പേരുണ്ടായിരുന്നു, 3 പേരുടെ കാശ് റിഫണ്ട് ചെയ്ത് കൊടുത്തു. വേറെ ബസ് പോകുന്നുണ്ട്, ആ ബസ്സിൽ ആള് കുറഞ്ഞ റേറ്റിലുള്ള ആൾക്കാർ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നാളെ ബസ് ഇല്ലാന്നുണ്ടോ? പിന്നെ എങ്ങനെ ഈ മ്യൂസിയത്തേക്ക് കൊണ്ടുപോകുക എന്നൊക്കെയുള്ള വാർത്ത അങ്ങേപോലെ ചെറുപ്പക്കാരിൽ നിന്ന് വരിക? ഒരു പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഈ വലിയ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരെത്തിക്കഴിഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള വളർന്നു വരേണ്ട മാധ്യമ പ്രവർത്തകർ ഇതുപോലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെയാണോ അത് കൊടുക്കുക? അല്ല, ഇനി അങ്ങനെ കൊടുത്താലേ നിങ്ങൾക്ക് വളർച്ചയുള്ളൂ എന്നുള്ളതാണോ നിങ്ങൾ കാണുന്നത്? പിന്നെ എങ്ങനെയാണ് സാറേ? ഞാൻ ചോദിക്കട്ടെ, മാതൃഭൂമി ന്യൂസിന്റെ ചാനലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നിങ്ങൾക്ക് ഒരു ഓവറോൾ ചെക്കപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രോബ്ലം വന്നു, നിങ്ങൾ ഒരു ദിവസത്തേക്ക് ഒരു പ്രോബ്ലം വന്നതിന് നിങ്ങൾ കുറെ പാട്ടൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം അത് പിറ്റേ ദിവസം നിങ്ങൾ അത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കുവോ? ശ്രേയസ് കുമാറിന്റെ വീട്ടിൽ കൊണ്ടുവെക്കോ? പിന്നെ എന്തിനാണ് അങ്ങനെ വാർത്ത കൊടുക്കുന്നത്? അല്ല, നിങ്ങൾ കൊടുക്കൂ. 2 ദിവസം ആളില്ല, മറ്റന്നാളെ തൊട്ട്, അതല്ലേ അതിന്റെ സത്യം, വാർത്തയുടെ സത്യതല്ലേ? അതിന് ബാലൻ പറഞ്ഞ ഒരു കാര്യവും
ആ ബിറ്റ് വിടുക, ഈ വാർത്തയും കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ നാളെ തൊട്ട് ആളുണ്ടെന്നുള്ളത് പറയുകയില്ല, എന്നിട്ട് നിങ്ങൾ മ്യൂസിയത്ത് കൊടുക്കുക എന്ന് പറയാ. നിങ്ങൾ ആർക്കാണ് പഠിക്കുന്നത് സാരംഗ് സാറേ? നിങ്ങൾ വളരെ ചെറുപ്പക്കാരനായ പിന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മാപ്രാന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതുകൊണ്ടുള്ള നിങ്ങളുടെ നേട്ടം എന്താ? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഇങ്ങനത്തെ വാർത്ത ചെയ്താലേ മാതൃഭൂമി ന്യൂസിൽ നിന്ന് ശമ്പളം കിട്ടുള്ളൂ എന്നുണ്ടോ? അപ്പൊ ഒരു രസം അല്ലെ ഇങ്ങനെ പിന്നെ ഈ സർക്കാരിനെയും ആ ബസ്സിനെയും ഒക്കെ ഒരു KSRTC ഒക്കെ ഒന്ന് കുറ്റപ്പെടുത്തുമ്പോ ഒരു സുഖം അല്ലേ? പിന്നെ എന്തായിരുന്നു? പിന്നെ എന്ത് ഉദ്ദേശമായിരുന്നു? ഒന്ന് പറഞ്ഞു. എന്ത് അതും ആ മ്യൂസിയവും കൂടെ ക്ലബ് ചെയ്യാനുള്ള എന്ത് പിന്നെ ഇതായിരുന്നു ഉണ്ടായിരുന്നത്? ക്ലബ് ചെയ്യുന്നത് ചേട്ടാ, നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഇപ്പൊ നമുക്ക് അറിയുന്നല്ലോ. ഇപ്പൊ ചെക്കപ്പ് എന്ന് പറഞ്ഞ അന്വേഷിച്ച സമയത്ത് ഇപ്പൊ പറഞ്ഞ് ചെക്കപ്പിന്റെ കാര്യം പറഞ്ഞു. അതിപ്പോ നമുക്ക് സാധാരണക്കാർക്ക് അറിയണമെന്നില്ല. നമ്മൾ അന്വേഷിച്ച സമയത്ത് നമ്മളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ആരെ വിളിച്ചു പോയി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഒരു സാധാരണക്കാരനാണ്. നിങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. നിങ്ങളെ സംബന്ധിച്ച് അവർ എന്തും പറഞ്ഞു തരും. നിങ്ങളുടെ മൈക്ക് കാണുമ്പോഴേ ജനങ്ങൾക്ക് പേടിയാവും. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ ഒരു ഓഫീസിലെ നമ്പർ എടുത്ത് ആദ്യം കോഴിക്കോട് ഡിപ്പോയിലേക്ക് വിളിക്കുന്നു. അവിടുന്ന് തിരുവനന്തപുരം കൺട്രോളിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്ന് ആള് കുറവാണ്, അത് കുറഞ്ഞു, നാളെ തൊട്ട് ഭയങ്കര ആളാണ്, അത് നാളെ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്നാക്കിയത്, ബാക്കി വേറെ ബാംഗ്ലൂർക്കുള്ള ബസ് ഉണ്ട്, അത് ഏകദേശം ഫുള്ളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു മറുപടിയാണ്. അതിനുശേഷം ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ കോഴിക്കോടുള്ള ആളെ വിളിക്കണം. ഞാൻ ഡിപ്പോയിൽ വീണ്ടും ഞാൻ അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയും കിട്ടുമെങ്കിൽ സാറിന് ഏതെല്ലാം വഴി കൂടെ കിട്ടാം. അതാണ് എന്ത് അന്വേഷണമാണ്, എന്ത് അന്വേഷണം? ഞാനൊരു സാധാരണക്കാരൻ അന്വേഷിച്ചപ്പോഴും കിട്ടുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ സാറിന് കിട്ടണ്ടേ? അപ്പൊ വെരിഫൈ ചെയ്തപ്പോ ഇത് കിട്ടാത്ത എന്താണ്? എനിക്ക് കിട്ടിയത് എന്താ സാറിന് കിട്ടാത്തത്? അപ്പൊ സാർ അത് ഒരാളോട് അന്വേഷിച്ചു. ആ സാറിന്റെ ഉദ്ദേശം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ആ മ്യൂസിയവും ബാലന്റെ ഇതും വെച്ചിട്ട് ഒരു 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 സന്തോഷം, ഒരു സന്തോഷം. പിന്നെ എന്തിനാണ് പറഞ്ഞത്? പിന്നെ ആരാ അങ്ങയോട് പറഞ്ഞത് അത് പറയാൻ? അല്ല, ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ആ വാർത്ത കൊടുക്കുമ്പോൾ അങ്ങേക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് അങ്ങയെ കൊണ്ട് അത് പറയിച്ചത്? നമുക്ക് ചേട്ടാ നമ്മളങ്ങനെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. എന്ത് ഇൻസിഡന്റ്? പറഞ്ഞോട്ടെ അത് പറഞ്ഞോട്ടെ. അത് ശരി, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? നമ്മൾ ബസ് ഓടിയില്ലെങ്കിൽ ബസ് ഓടുന്ന ഇപ്പൊ നാളെ ആളില്ല സാറേ, നാളെ ആളില്ല, മറ്റന്നാൾ ആളില്ല, ഒരാഴ്ചയായിട്ട് ആളില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞ ആളേ കയറുന്നില്ല. ഇന്നലെ വരെ ആളേ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒരു സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പറയാം അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ? ചേട്ടൻ പറഞ്ഞാൽ ശരിയാണ്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച 55,000 രൂപ കളക്ഷൻ കിട്ടിയിരുന്നു നമ്മുടെ ഇതേ ബസ്സിന്, തിരുവനന്തപുരം പ്രീമിയം നവകേരള ബസ്സിന്. ചൊവ്വാഴ്ച ആയപ്പോൾ അത് 14,000 രൂപയായി. അപ്പൊ നമ്മൾ ഈ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച ആവുമ്പോ എന്താ വിശേഷം ഉള്ളത്? തിങ്കളാഴ്ച ആകുമ്പോ ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ആൾക്കാർ പോകുന്നവരുണ്ടാവും അല്ലേ? പിന്നെ ചൊവ്വ ബുധൻ വ്യാഴം ഇതൊന്നും ആളില്ലാത്ത ദിവസമാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിന്നെ ഈ IT കാര്യമൊക്കെ വരുന്നത്. ഇത് നിങ്ങൾക്ക് മിനിമം അറിവുള്ള കാര്യമല്ലേ സാറേ? പക്ഷെ അതിനുശേഷമുള്ള ദിവസം നിങ്ങൾക്ക് പറയാം, എപ്പോ പറയാം, ഈ വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് ആളെ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊരു കാര്യമുണ്ട്, നമുക്കൊക്കെ മിണ്ടാതിരിക്കാം. എന്തൊരു വാർത്തയാണ്, എന്ത് തരത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? അതിനൊരു കാർഡ് ഇടുക, അത് മാതൃഭൂമി പത്രത്തിന്റെ ആൾക്കാരും കൊടുക്കുക. നിങ്ങൾ എന്ത് നേടി ഇതിനകത്ത്? നമുക്ക് നേടാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇത്? മാധു സജിയെ പോലെ ഒരു മാധ്യമ പ്രവർത്തക അത് പറയുക, എന്നിട്ട് ബാലന്റെ ഇത് കാണിക്കുക. നിങ്ങൾക്ക് എന്തോ ഒരു സുഖം അല്ലേ? അതോ നിങ്ങൾക്ക് എന്തെങ്കിലും കൊട്ടേഷൻ പണിയാണോ ഇത്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആരെങ്കിലും തരുന്നുണ്ടോ ഇതൊക്കെ പറയാൻ കിട്ടുമ്പോ? കാരണം എനിക്ക് കേൾക്കുമ്പോ, അതായത് സാരംഗിനെ പോലെ ഒരാള് അവിടെ വന്നിട്ട് ഈ വാർത്ത പറയുന്നു, വാർത്ത കണ്ടുപിടിച്ചത് നല്ലതാണ്, കാരണം വാർത്തക്ക് പ്രാധാന്യം ഉണ്ടാകാം, ഇല്ലാതാകാം. എന്തായിരുന്നു സാറിന്റെ ഒരു മനോധർമ്മം? അതൊന്ന് പറഞ്ഞു തന്നെ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മ്യൂസിയം കൂടെ ചേർത്തതിന്റെ ഇത്. കാരണം ചൊവ്വാഴ്ച റേറ്റ് കുറഞ്ഞു, ബുധനാഴ്ച അവരുടെ പണിയാണ്, ഇന്ന് 3 ബുക്കിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് ഈ മ്യൂസിയം വരുന്നത് എങ്ങനെ? നാളെ ആളുണ്ട്, ബസ് പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യാൻ തോന്നുന്ന ഒരു മീഡിയ ലോജിക് എന്താ? നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിയത്തിലേക്ക് മാറ്റേണ്ടി വരുമോ എന്നേ പറഞ്ഞുള്ളൂ. മാറ്റേണ്ടി വരുമെന്ന് ഞാൻ സ്റ്റേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല.
ചോദിച്ചില്ലേ വെച്ചിട്ടുള്ളൂ. അതെ, അതാണല്ലോ ബാലന്റെ ഇത് വിട്ടിട്ട്. അല്ല, അങ്ങനെ വരുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ വരുന്നു തോന്നുന്നുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു നമുക്ക് മുമ്പ് നമ്മളോട് ചെയ്യുന്ന ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്, എനിക്ക് വേണ്ടവരൊക്കെ പോകുന്നതാണ്. സ്വാഭാവികമായിട്ടും നമുക്കും ഈ ബസ് വേണമെന്നുള്ള തന്നെ നമുക്കും വിളിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ പറഞ്ഞ വേക്കേബാലിന്റെ ബൈക്ക് വെച്ചതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ അതിലേക്ക് ഞാൻ പറഞ്ഞ സാധനം ബസ് ഓടുന്നില്ല, അത് ഇനി ഇങ്ങനെ ഓടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും, അന്ന് പറഞ്ഞവരെ ചെയ്യേണ്ടി വരുമോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞില്ല. ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ പറഞ്ഞ പ്രസ്ഥാനത്തിനെ മൊത്തം അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ശരി, അപ്പൊ നമ്മള് ഇനി പോകേണ്ടി വരുമോ എന്നുള്ളത്. ഇപ്പം ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാനൊരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു പ്രോജക്റ്റിന്റെ റിപ്പോർട്ട് എഴുതി അതിന്റെ ഇൻഫറൻസിലേക്ക് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? അതിന് മുമ്പും പിമ്പും ഉള്ള കാര്യങ്ങളെല്ലാം ചോക്കിയിട്ടാണ് ഒരു റിപ്പോർട്ട് എഴുതുക. പക്ഷെ നിങ്ങൾ എഴുതുന്നത് എന്താണ്? നിങ്ങൾക്ക് നാളത്തെ ആളുണ്ടല്ലോ അവിടെ, ഇല്ലേ? നാളെ ബസ് പോകുന്നുണ്ടല്ലോ, ബുക്കിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ലേ? അതിന് നാളെ മറ്റന്നാളും ഒക്കെ ബസ് ഉണ്ട്, ഞാൻ അന്വേഷിച്ചു. അപ്പോ ഈ അങ്ങനെ പോകുന്ന ഒരു ബസ്സിന് എങ്ങനെ മ്യൂസിയത്തിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളൊരു ഇൻഫറൻസിൽ നിങ്ങൾ എത്തുക? ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, പോകേണ്ടി വരും എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആവുന്നുള്ളൂ. പോകേണ്ടി വരുമോ എന്ന് പറയുമ്പോൾ അത് അല്ല, അതാണ് വരുമോ, അതാണ് സാരംഗ്, നിങ്ങൾ ഇനിയും നിങ്ങൾക്കുള്ളതാണ്. വരുമോ, ഉണ്ടത്രേ, ആണത്രേ, സൂചന, വാർത്തകൾ വരുന്നു, അവർ പറയുന്നു, അറിയിപ്പുണ്ട്, കേൾക്കുന്നു, ചിന്തിക്കുന്നു, നിഗമനം, അല്ലേ? സത്യത്തില് ഞാൻ സാരംഗ് സാറേ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പ്രോമിസിംഗ് ആയിട്ടുള്ള നാളത്തെ തലമുറ നിങ്ങളെ കാണേണ്ട ആൾക്കാരാണ്. ഇന്നത്തെ തലമുറ കാണിക്കുന്ന വൃത്തികേടുകൾ മുഴുവൻ അടിഞ്ഞ് നിങ്ങളിലേക്കാണ് പതിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ജീവിക്കാനുണ്ട്. ഇനി ഈ പറയുന്ന ആൾക്കാരെല്ലാം പറഞ്ഞത് കേട്ടിട്ടാണ് നിങ്ങൾ ഈ രീതിക്ക് ചെയ്യുന്നതെങ്കിൽ അവരെല്ലാം എത്തിപ്പെട്ട് കഴിഞ്ഞു. ജീവിതത്തിന്റെ അവരെല്ലാം സുഖലോലുപതയിലായി കഴിഞ്ഞു. അവർക്കിനി ഈ നേടുന്നത് മുഴുവൻ അവർക്ക് ബോണസാണ്. അവർ നിങ്ങളെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യം ചെയ്താൽ നാളെ നിങ്ങൾ ചവിറ്റുകുട്ടയിലായിരിക്കും സ്ഥാനം. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള നന്നായിട്ട് നിങ്ങൾക്ക് അത് വാർത്ത ശരിയാണ്. എന്തുകൊണ്ട് ഇന്നലെ ഇല്ല? എന്തുകൊണ്ട്? അല്ലെങ്കിൽ ആളെ പിടിക്കണ്ടേ? നിങ്ങൾ ആളെ കൂട്ടാനുള്ള വരുമാനം, നിങ്ങൾ ടിക്കറ്റ് ചാർജ് കുറയ്ക്കൂ. എന്തിനാണ് ഒരു ദിവസം നിങ്ങൾ അവിടെ വണ്ടി ഇട്ടിരിക്കുന്നത്? അത് ചോദിക്കുക. അതിനകത്തൊരു ലോജിക്ക് ഉണ്ട്, ഇല്ലേ? നിങ്ങൾ ഈ റേറ്റിനാണ് പോകുന്നത്. ഇപ്പൊ ഈ വണ്ടി ഇവിടെ കിടക്കുമ്പോൾ ഓടുമ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടും? ആ ലാഭത്തിന് മാത്രം ഒരു ചെറിയ ലാഭം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് ഇന്നത്തെ ഓഫ് സീസൺ സമയത്ത് കുറച്ചാൽ നിങ്ങൾക്ക് അത് ഓടാൻ പറ്റില്ലേ? അതൊരു വാർത്തയാണ്, അല്ലേ? ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ളവരെ കണ്ടുകൊണ്ട് നിങ്ങളുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ അവർ പഴയ ലെഗസിയിലാണ് അവരിന്ന് ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഇന്നത്തെ കൊട്ടേഷൻ പണിയെടുക്കുന്ന മാപ്രകളുടെ ലെഗസിയിലാണ് നിങ്ങളൊക്കെ അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സാരംഗ് നിങ്ങളെ പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് വരണം, വാർത്തകൾ പറയണം. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാം, എന്താ വെച്ചാൽ എനിക്ക് ഒരു തെറ്റ് പറ്റിയെങ്കിൽ, ഇപ്പോൾ വാർത്തയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണെങ്കിലോ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എനിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഇത് ബോധ്യമായോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് നാളെ ബസ് ഓടി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ബസ് ഓടിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് വാർത്ത കൊടുക്കും. അപ്പം നാളത്തെ പിന്നെ ഇതിന്റെ ഒന്നും നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല, അത് ബോധ്യപ്പെട്ടില്ല ഇതുവരെ. നിങ്ങൾ വാർത്ത ചെയ്തത് ശരിയല്ല എന്നുള്ളത്. വാർത്തയും ആ വാർത്തയും എന്താ കേട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ ആ വാർത്തയും ഇത് മ്യൂസിയം തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത്? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളെ സംബന്ധിച്ച്. ഞാനത് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നില്ല. പക്ഷെ സ്വയം ബോധ്യമായാൽ മതി. ഇതൊക്കെ മറ്റ് മേളിലുള്ള ഇപ്പൊ സുഖലോലുപത അനുഭവിച്ച് മാധു സജി അടക്കമുള്ളവരൊക്കെ ഇരിക്കുന്ന രീതിയിൽ നിങ്ങൾ അവരെല്ലാം പഴയ ലെഗസിയിൽ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ്. അവർക്ക് നേടാൻ ഇനി ഒന്നുമില്ല. നിങ്ങൾക്കേ ഉള്ളൂ. നിങ്ങളെയാണ് ജനം കാണുന്നത്. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. വാർത്ത വളരെ വിപരീതമായി വ്യാജ പ്രചാരണത്തോടുകൂടി പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പ് കൊണ്ടാണ് വാർത്ത കൊടുത്തത് എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. മാധു സജിയെ പോലെ ഒരു മാധ്യമപ്രവർത്തക ആ വാർത്ത ആ രീതിയിൽ മറ്റൊരു സാധനം കൂടെ വെച്ച് കെട്ടി സംസാരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് വളരെ വ്യക്തമാണ്. എന്നിരുന്നാലും ഈ മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം
അയാളോട് നമ്മൾ സംസാരിച്ചു, മാന്യമായിട്ടാണ് അയാൾ ഇടപെട്ടിട്ടുള്ളത്. ഇതുപോലുള്ള മാധ്യമപ്രവർത്തകർ പഴയ പത്രത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ലെഗസിയിൽ ഇന്ന് ജീവിക്കുന്ന എല്ലാം നേടിയ മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന എല്ലാ കൊട്ടേഷൻ പണികളും കണ്ടുകൊണ്ടാണ് പുതിയ മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് തന്നെ പറയാൻ കഴിയൂ. കാരണം ഇന്നത്തെ മാധ്യമപ്രവർത്തകരുടെ ലെഗസിയിലായിരിക്കും നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ നാറി ആ ജനങ്ങളുടെ മുന്നിൽ ഒരു നികൃഷ്ട രൂപമായി നിങ്ങൾക്ക് നടക്കേണ്ടി വരും. അത് ഓർത്താൽ നല്ലത്.